ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മഹിമയും ഭർത്താവും മധുസൂദനും ഒക്കെ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും അവിടെ സച്ചിയും അതുപോലെ സുധിയും ഒക്കെ ആയിട്ട് വഴക്കുണ്ടായി കുടുംബത്തിൽ നല്ല കലഹം ഉണ്ടായി കഴിയുമ്പോൾ അങ്ങോട്ട് വർഷയും ശ്രീകാന്തിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മുടെ മഹിമയും അതുപോലെ മധുസൂദനും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ AC ഒക്കെ കൊടുത്തു വിട്ടതും തിരിച്ച് കൊണ്ടുവന്ന് അത് ഷോപ്പിൽ കൊണ്ട് റിട്ടേൺ ചെയ്തതും ഒക്കെ. അതിൻ്റെ പേരിൽ നമ്മുടെ സുധിയും ശ്രുതിയും കൂടി നമ്മുടെ സച്ചിയുമായിട്ട് ഉടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വർഷ രേവതിയുടെ ഭാഗത്ത് തന്നെ ഉറച്ചു നിന്ന് ചന്ദ്രമദ്രിയോട് എതിര് പറയുന്നൊക്കെയുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കടയിൽ കൊണ്ടുവന്ന് AC തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ മഹിമ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ നിങ്ങൾ പണം തിരികെ തന്നിട്ടേലും കുഴപ്പമൊന്നുമില്ല, ഈ AC ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ ഇത്ര ACയുടെ ഒന്നും ആവശ്യമില്ല, അവിടെ എല്ലാ റൂമിലും AC ഉണ്ട്, സെൻട്രലൈസ്ഡ് AC ഉണ്ട്, അതുകൊണ്ട് ഇതിപ്പോൾ ഞങ്ങൾക്ക് അധികം പറ്റാം, ഇതിപ്പോൾ അങ്ങോട്ട് വർഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെയാണ് ഞങ്ങളത് അങ്ങോട്ട് അയച്ചപ്പം നിങ്ങളുടെ അനിയൻ സച്ചി അത് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇങ്ങനെ ഒരു AC വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെ വിളിച്ചിട്ട് ഞങ്ങളോട് വളരെ മോശമായിട്ട് തന്നെ പെരുമാറിയെന്ന് പറയാണ്. അപ്പോഴേ ഞങ്ങൾക്ക് തോന്നി നിങ്ങളാരും ഇത് അറിഞ്ഞില്ലെന്ന്. ഇനി നിങ്ങളുടെ അച്ഛൻ രവി അറിഞ്ഞിട്ട് വേണ്ട എന്ന് വിളിച്ച് പറയുമായിരുന്നെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഇത് സച്ചിയാണ് പറഞ്ഞത്. സച്ചി എങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക മഹിമ. വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. എന്നിട്ട് മഹിമ പറയുന്നുണ്ടേ, സച്ചി വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഇനിയിപ്പം നിങ്ങളുടെ കടയിൽ നിന്ന് AC വാങ്ങുന്ന അവൻ കണ്ടതല്ലേ, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ സംസാരിച്ചത്. ഇനിയിപ്പം നിങ്ങളുടെ കടയിലെ AC അവിടെ കൊണ്ട് വെക്കേണ്ടെന്നോ, അത് ഞങ്ങൾ തിരിച്ചു തന്നോട്ടെ എന്നൊക്കെ സച്ചി നേരത്തെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സച്ചി അങ്ങനെ പറഞ്ഞത്. എന്തായാലും ACയുടെ പണം തിരികെ തരാനിപ്പോൾ ഇല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല ആൻറ്റി, ഞങ്ങൾ പണം തിരികെ തരാമെന്ന് പറയണം. അപ്പോൾ മോൾ എവിടുന്ന് ഇത്രയും പണം ഇത് ഒപ്പിച്ചുകൊണ്ട് വരികയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ ഒപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുക. അങ്ങനെ ശ്രുതി വരുമ്പം ACയുടെ 1.5 ലക്ഷം രൂപ തിരികെ കൊടുക്കുകയാണ് കേട്ടോ. തിരികെ കൊടുത്ത് വിടുകയാണ് മഹിമയുടെ. അങ്ങനെ മഹിമ പറയുന്നുണ്ട്, മോളെ ഒന്നും തോന്നരുത്, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തതാണ്, ഇനി ഇതിൻ്റെ പേരിൽ വീട്ടിൽ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം വീട്ടിൽ ശ്രുതിയും കൂടെ സംസാരിക്കുകയാണ്. ശ്രുതി, നീ എങ്ങനെയാണ് ആൻറ്റിക്ക് പണം കൊടുത്തത്, അവരിപ്പോൾ പണം വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയാണ്, ആ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചാരുടെ അടുത്ത് കാണിക്കുക. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഇതെന്താ നിൻ്റെ കഴുത്തിൽ ഇപ്പോൾ ഒരു മഞ്ഞച്ചരട്, നിൻ്റെ കഴുത്തിൽ കിടന്ന താലിമാല എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ മാല വിറ്റിട്ടാണ് ഞാൻ ആ പണം അവർക്ക് കൊടുത്തത് എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുക, എന്തിനാ നീ അത് ചെയ്തത്, നിൻ്റെ കഴുത്തിൽ ആ താലിച്ചെയിൻ കെടുക്കണമല്ലേ, എന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു മഞ്ഞച്ചരട് മാത്രം, ഇത്രയൊന്നും നീ ചെയ്യണ്ടായിരുന്നു എന്ന് പറയാം. ആൻറ്റി ഇപ്പം പണം വേണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നാൽ നമുക്കിപ്പം പണം കൊടുക്കാതിരിക്കായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് ശ്രുതി. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അതിലും ഒരു മുഴം മുമ്പേ എറിഞ്ഞിട്ട് നിൽക്കുകയാണല്ലോ ശ്രുതി പറയാണ്, അത് ഞാൻ നിൻ്റെ ഭാര്യയല്ലേ, നിനക്കൊരു നാണക്കേട് വരുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആൻറ്റി ഇപ്പോൾ പണം വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പണം കൊടുക്കാതിരുന്നിരുന്നെങ്കിൽ വർഷയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ തല ഉയർത്തി നിൽക്കും? വർഷയും ശ്രീകാന്തും നമ്മളെ കുറ്റപ്പെടുത്തില്ലേ, കളിയാക്കില്ലേ, പിന്നെ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ? എൻ്റെ ഭർത്താവല്ലേ നീ അവരുടെയൊക്കെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മാല വിറ്റിട്ട് ആ പണം അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് ആ കടം വീടിയില്ലേ, പക്ഷേ സാധനം തിരിച്ചു വന്നത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് പറയാം. അപ്പോൾ ശ്രുതിയും പറയാം, ശരിയാ, നമ്മുടെ ആദ്യത്തെ സെയിലായിരുന്നു കടയിലെ, അത് റിട്ടേൺ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വിഷമവും നാണക്കേടും ഒക്കെ തന്നെയാണ്. എന്തായാലും ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് പറയുമ്പം ശ്രുതി പറയുക, അതെങ്ങനെ സംഭവിക്കാതിരിക്കും, ഇതൊക്കെ സച്ചി അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാ. എന്താന്ന് വെച്ചാൽ നമ്മുടെ കടയിലത്തെ ആദ്യത്തെ സെയിലാണ് ആ AC എന്ന് അവനറിയാം. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ ഒരു മിക്സി വാങ്ങിയിട്ട് ബില്ലടിക്കാൻ വന്നപ്പം അത് പതുക്കെ മതിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം AC അല്ലേ നമ്മൾ വിറ്റത്, അതിൻ്റെയൊക്കെ വൈരാഗ്യം മനസ്സിൽ വച്ചുകൊണ്ടിരുന്നിട്ട് അവൻ പെരുമാറിയതാ. അല്ലെങ്കിൽ ഇപ്പോൾ ആ AC വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം, അവരുടെ മകൾക്ക് അവർ സമ്മാനമായിട്ട് കൊടുത്തതല്ലേ,
അത് പോട്ടെ, ഇനിയിപ്പം അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അച്ഛൻ പറയണമായിരുന്നു. അച്ഛനോട് പോലും പറയാതെയല്ലേ സച്ചി അത് റിട്ടേൺ ചെയ്തത്. അത് വേണമെന്ന് തന്നെ അച്ഛൻ പറഞ്ഞേനെ, ഇല്ലെങ്കിൽ അമ്മ അച്ഛനെ കൊണ്ടത് സമ്മതിപ്പിച്ചേനെ. എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പം സച്ചി തന്നെ നേരിട്ട് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിച്ചിരിക്കുക. അത് മനഃപൂർവ്വം നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ട് അങ്ങനെ ചെയ്തതാവൻ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അത് കേൾക്കേണ്ട താമസം ശ്രുതിയും പറയാണ്, ശരിയാ, അവനല്ലെങ്കിലും നമ്മൾ ഷോപ്പ് തുടങ്ങിയതും ഇവിടെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നതും ഒന്നും താല്പര്യമില്ല. അതുകൊണ്ട് അവൻ അറിഞ്ഞു ചെയ്ത പണി തന്നെയാണ് ഇത് എന്ന് പറയണം. അപ്പോഴേക്കും രണ്ടുപേരും തീരുമാനിക്കുക ഇത് വീട്ടിൽ ചെന്ന് ഒരു പ്രശ്നമാക്കണമെന്ന്. ഇതൊരു പ്രശ്നമാക്കി വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ അമ്മയുടെയും മുമ്പിൽ അവതരിപ്പിക്കണം. ഇങ്ങനെ സച്ചി ചെയ്തത് മോശമായി പോയില്ലേ, തെറ്റായി പോയില്ലേ, അങ്ങനെ ഒരു കാര്യം കൊണ്ടല്ലേ നമുക്കല്ലേ നഷ്ടം ഉണ്ടായത്, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല സുധി എന്ന് പറയുമ്പം സുധി സമ്മതിക്കുക കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യം അവതരിപ്പിക്കണം, അങ്ങനെ അവൻ നല്ല പിള്ള ചമയാനൊന്നും നിൽക്കണ്ട എന്ന് പറയുക. അങ്ങനെ രണ്ടുപേരും വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ ആകെ മുഖമൊക്കെ വാടി വരുമ്പോൾ ചന്ദ്രമതി ചോദിക്കുക, എന്താ മക്കളെ ഇന്ന് കടയിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് ആകപ്പാടെ ഒരു വാട്ടം. അപ്പോൾ ഉടനെ ശ്രുതി പറയുക, എങ്ങനെയാമ്മേ ശരിയാവുക, എന്താന്ന് വെച്ചാൽ കടയിൽ നിന്ന് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയാൻ. അപ്പോൾ ഉടനെ ചോദിക്കുക, അതെന്താ മോളെ എന്ന് ചോദിക്കുക. അതിങ്ങോട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ട്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പറയാം. അപ്പോൾ ഉടനെ രവി ചോദിക്കുക, അതെന്താ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ മാത്രം എന്ത് പ്രശ്നമുള്ളത്? അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയേണ്ട ഒരു പ്രശ്നം തന്നെയാ എന്ന് സുധിയും പറയുക. അങ്ങനെ എല്ലാവരെയും വിളിക്കുക. വർഷേ, ശ്രീകാന്തെ നിങ്ങൾ വാ എന്ന് പറയുകയാണ് കേട്ടോ ചന്ദ്ര. അതുപോലെ തന്നെ സച്ചി എൻ്റെ രേവതിയെയും വിളിക്കുന്നുണ്ട്, രവിയും. അതുപോലെ എല്ലാവരും കൂടെ നിൽക്കുക. അപ്പോൾ എന്താ മക്കളെ പ്രശ്നം എന്ന് ചോദിക്കുക ചന്ദ്ര. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, അതമ്മേ ഞങ്ങളുടെ കടയിൽ നിന്ന് ആദ്യത്തെ സെയിൽ പോയത് ആ AC അല്ലായിരുന്നോ, വർഷയുടെ അമ്മ വാങ്ങിയ AC. അപ്പോൾ ചന്ദ്ര പറയാ, ശരിയാ, 1.5 ലക്ഷം രൂപയുടെ ആ AC. ആ AC റിട്ടേൺ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, അതെന്താ റിട്ടേൺ വന്നത്? അത് വർഷയുടെ അമ്മയല്ലേ വാങ്ങിയത്, പിന്നെ എന്തിനാ അത് റിട്ടേൺ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അത് റിട്ടേൺ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ AC അവർ വാങ്ങിയത് ഇങ്ങോട്ടത്തേക്കായിരുന്നു, വർഷയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട്. പക്ഷേ ആ AC ഇവിടെ വേണ്ട എന്നും ഇവിടെ അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞ് അത് തിരിച്ചയച്ചത് സച്ചിയ. അതുപോലെ തന്നെ അവരെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതവർക്ക് ഫീൽ ചെയ്തു. അവരുടെ മകൾക്ക് അവർ സമ്മാനമായിട്ട് കൊടുത്ത സാധനമല്ലേ, ഇവിടെ നമ്മളാരും അറിഞ്ഞു പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ സച്ചി അത് തിരിച്ചയക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് ഞാൻ തിരിച്ചയച്ചത് വേറൊന്നും കൊണ്ടല്ല, അച്ഛൻ്റെ അഭിമാനം നഷ്ടപ്പെടല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറയാണ്. അപ്പം ചന്ദ്ര ചോദിക്കുക, അച്ഛൻ്റെ എന്താ അഭിമാനം, അച്ഛൻ ഈ കാര്യം അറിഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറയുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ അങ്ങനെ ഒരു AC വേണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ അത് തിരിച്ചയച്ചത്. ഇനി വർഷയ്ക്ക് അവർ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ വർഷയ്ക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കണമെങ്കിൽ ഇവിടെ എല്ലാവരും അറിയണം. അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതും അച്ഛനല്ലേ. അച്ഛൻ അവരോട് തന്നെയല്ലേ അന്ന് AC ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ അവരത് വാങ്ങി കൊടുത്തു വിട്ടത് അച്ഛന് ഒരു വിലയും കൽപ്പിക്കാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വർഷയും പറയുന്നുണ്ട് കേട്ടോ, അതെ, അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ. അമ്മയോട് സച്ചിയേട്ടൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നൊക്കെ പറഞ്ഞു. ഫോണിൽ വിളിച്ച് വളരെ കർക്കശത്തോടെ ഇത് വേണ്ട എന്നും ഞങ്ങൾക്കിത് അഭിമാനക്കുറവാണെന്നും ഒക്കെ അമ്മയോട് പറഞ്ഞു. അത് അമ്മയ്ക്ക് വല്ലാത്ത വിഷമമൊക്കെ ആക്കി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ വിഷമമാവേണ്ട കാര്യമില്ലല്ലോ, ഈ വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവരുമെന്ന് ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ, ഈ വീട്ടിലുള്ള ആരെയും അറിയിക്കാതെയല്ലേ കൊണ്ടുവന്നത്, വർഷയെ അറിഞ്ഞില്ലല്ലോ. അങ്ങനെയുള്ളപ്പം അച്ഛൻ്റെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കരുതെന്ന് വെച്ചാൽ ഞാനത് ചെയ്തത് എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, എടാ നിനക്ക് എന്നെയൊന്നും അറിയിക്കാമായിരുന്നല്ലോ, ഇങ്ങനൊരു AC ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അവരോട് വിളിച്ച് കാര്യം പറഞ്ഞേനെ, ഇല്ല വർഷമോളെ കാര്യങ്ങൾ അറിയിച്ചേനെ, വർഷമോളത് വേണ്ട പോലെ പറഞ്ഞ് അവരെ ധരിപ്പിച്ചേനെ. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിച്ചത്, നീ നിൻ്റെ തന്നിഷ്ടത്തിന് വന്നപ്പോഴേ ആരും അറിയാതെ തിരിച്ചയക്കുകയും അവരെ വിളിച്ച് വേണ്ടാതീനം പറയുകയൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയാണ്, ഞാനൊരു വേണ്ടാതീനവും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാ, പിന്നെ നിൻ്റെ വായിൽ നിന്ന് നല്ലതൊക്കെയല്ലേ വീഴുള്ളൂ, വേണ്ടാതീനൊന്നും വീഴുകയല്ലോ, നീ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും അവരോട് പറഞ്ഞതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും എന്ന് പറയാണ്. അപ്പം സച്ചി ആകെ എല്ലാവരുടെയും മുമ്പിൽ പതറിപ്പോവാണ് കേട്ടോ. അപ്പോൾ സുധിയും പറയുന്നുണ്ട്, ശരിയാ, സച്ചി ഇങ്ങനെ ചെയ്തത് ഞങ്ങളെ കൂടി അപമാനിക്കാനാണെന്ന് പറയാം. അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് രവി, അതെന്താ മക്കളെ നിങ്ങളെ കൂടി അപമാനിക്കാൻ, ഈ വീട്ടിൽ എല്ലാവർക്കും അപമാനമല്ലേ ഉണ്ടായത് ഇവൻ അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പം എന്ന് ചോദിക്കുമ്പോൾ സുധി പറയാണ്, അതേ
ഈ വീട്ടിലുള്ള അപമാനം മാത്രമല്ല, ഞങ്ങളുടെ കടയിൽ നിന്ന് ആദ്യ സെയിൽ പോയ സാധനമാണ് ആ AC. അത് ഇവനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവൻ്റെ ഭാര്യ വാങ്ങിക്കൊണ്ട് വന്ന മിക്സി ആദ്യ സെയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇവൻ അത് ചെയ്തത്. ആ ഒരു വൈരാഗ്യം കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് ഇവനത് പെരുമാറിയത്. അതുകൊണ്ടല്ലേ അവർ വിഷമത്തോടെ അത് തിരിച്ചു കൊണ്ടുവന്നത്. ആ പണം ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാ, അയ്യോ മോളെ, ആ പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നോ? അതെങ്ങനെയാ മോളെ, അതെന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ആ പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവിയും സച്ചിയെ കുറ്റപ്പെടുത്തുക. സച്ചി ചെയ്തത് ശരിയായില്ല, ഇക്കാര്യം എല്ലാവരോടും ഒന്ന് ചർച്ച ചെയ്യണമായിരുന്നു. അറ്റ്ലീസ്റ്റ് നിന്റെ ഭാര്യയോടെങ്കിലും നീ വിളിച്ച് പറഞ്ഞോ? തന്നെത്താൻ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കരുതെന്ന് സച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. സച്ചിയാണ് എല്ലാ കാര്യങ്ങളും എടുത്തു ചാടിയാണ് ചെയ്യുന്നത്. ഇതൊന്നും ശരിയായ കാര്യമല്ല, സച്ചി ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയാം. അപ്പം രേവതി പറയുന്നുണ്ട്, അതങ്ങനെയല്ല, അച്ഛൻ ഇത് AC വേണ്ടെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും പറയില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, ഓഹോ, അപ്പം നീയാണ് അവന് ഉപദേശിച്ച് കൊടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിലും നീയാ അവനെ പല തെറ്റുകളും ഉപദേശിച്ച് അങ്ങനെ ആക്കിയെടുക്കുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ അവൻ അങ്ങനെയൊക്കെ വിളിച്ച് വർഷയുടെ വീട്ടുകാരോട് പറഞ്ഞത്. എന്ത് മോശമായി, അവർ ഈ വീട്ടിലെ ബന്ധുക്കളല്ലേ, ആ ബന്ധുക്കളോട് സംസാരിക്കാവുന്ന രീതിയിലായിരിക്കും ഇവൻ സംസാരിച്ചത്. എന്തെല്ലാം വൃത്തികേടുകളായിരിക്കും അവരോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിനി എങ്ങനെ മഹിമയുടെ മുഖത്ത് നോക്കും, മധുസൂദനൻ്റെ മുഖത്ത് നോക്കും, എനിക്ക് ഓർക്കാൻ വയ്യ എന്നൊക്കെ ചന്ദ്ര പറയാണ്. അപ്പോഴേക്കും എല്ലാവരും വർഷയും പറയുന്നുണ്ട്, അത് ശരിയാ, അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരുപാട് വിഷമമായി, എന്നെയെങ്കിലും ഒന്ന് അറിയിക്കായിരുന്നു, അവരെനിക്ക് സമ്മാനമായിട്ട് തന്നതല്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ എല്ലാവരും സച്ചിയെ മുഴുവനായിട്ടും അങ്ങ് കുറ്റപ്പെടുത്തിയിട്ട് എല്ലാവരും കയറി പോവുക. അപ്പോൾ രേവതി അങ്ങ് പോവാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ പാവം ആകെപ്പാടെ അബദ്ധം പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സച്ചി അങ്ങ് പോവാണ്. സച്ചി നേരെ പോയി അടുക്കളയിൽ പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും രേവതി അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോൾ രേവതിയോട് സച്ചി പറയുന്നുണ്ട്, അത് രേവതി, നീയും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണോ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ, സച്ചിയേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ നീയും എന്നെ കുറ്റപ്പെടുത്തുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അതെ, ഞാനും കുറ്റപ്പെടുത്തും. കാരണം എന്താണെന്ന് വെച്ചാലേ, സച്ചിയേട്ടൻ ഈ കാര്യം വീട്ടിൽ ആരോടെങ്കിലുമൊക്കെ ചർച്ച ചെയ്യണമായിരുന്നു. അച്ഛന് വന്ന സാധനമാണത്, അപ്പോൾ അത് അച്ഛനോട് പറയണമായിരുന്നു. അച്ഛൻ്റെ തീരുമാനം അനുസരിച്ച് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അച്ഛൻ വർഷയെ അറിയിച്ചേനെ. വർഷയെ അത് അവരുടെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾക്കൊക്കെ തീർപ്പുണ്ടായേനെ. അപ്പോൾ ഈ കുറ്റപ്പെടുത്തലുകൾ സച്ചിയേട്ടന് കേൾക്കേണ്ടി വരികയായിരുന്നോ? എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നമുക്ക് പ്രശ്നമാകുന്നത്. മനസ്സിലായ സച്ചിയേട്ടാന്ന് ചോദിക്കുക. നിനക്ക് ഇത്രയൊക്കെ ബുദ്ധിയുണ്ടോ? നീ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞോ രേവതിയെന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ രേവതി പറയാണ്, അതുമാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത്, ഇതിൻ്റെ അകത്ത് വേറെ ചില കളികളും ഉണ്ട്. ഇപ്പം കണ്ടില്ലേ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത്, ചേട്ടനും അനിയനും തമ്മിൽ പിണങ്ങിയത്, അതുപോലെ അച്ഛൻ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തിയത്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടന്നില്ലേ എന്ന് ചോദിക്കുക. അത് ശരിയാ, സുധിയും ഞാനും തമ്മിൽ അല്ലെങ്കിലും എപ്പോഴും ഉടക്കുന്നതല്ലേ. അതുപോലാണോ സച്ചിയേട്ട ഇത്? ഇതൊക്കെ വർഷയുടെ അമ്മ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ചെയ്ത കാര്യമാണ്. അത് സുധിയുടെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ സാധനം റിട്ടേൺ വരണം. അത് സച്ചിയേട്ടൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടയച്ച് ഇവിടെ വന്നിരുന്നെങ്കിലും അച്ഛൻ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുകയും ആ AC തിരിച്ചയക്കുകയും ചെയ്തേനെ. അല്ലെങ്കിലും സച്ചിയേട്ടൻ അത് തിരിച്ചയച്ചപ്പം അതെങ്ങനെയെങ്കിലും നേരെ അവിടെ ചെന്നു അത് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ സുധിയും അതുപോലെ സച്ചിയേട്ടനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നം ഉണ്ടാവണം, കുടുംബത്ത് വഴക്കുണ്ടാവണം, അതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. കല്യാണ മണ്ഡപത്തിൽ നിന്ന് വിളിച്ചോണ്ട് പോകാൻ നോക്കിയതല്ലേ വർഷയും ശ്രീകാന്തിനെയും. അന്ന് അത് നടക്കാതിരുന്നപ്പം ഇനിയിപ്പം ഈ വീട്ടിൽ വഴക്കുണ്ടാക്കി ശ്രീകാന്തിനെയും ശ്രുതിയെയും അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം ഉടനെ സച്ചി പറയാണ്, നിനക്കിപ്പം അത്രയൊക്കെ ബുദ്ധിയുണ്ടോ? നീയും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? ഇങ്ങനെ വളഞ്ഞ വഴിയൊന്നും ഞാൻ ചിന്തിച്ചില്ല രേവതി എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എല്ലാ വഴിയും നമ്മൾ ചിന്തിക്കണ്ടേ? ഇങ്ങനെയുള്ള ചില കണക്ക് കൂട്ടലൊക്കെ ചിലരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് സച്ചിയേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും പല പ്രാവശ്യം ആവർത്തിച്ച് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാ, ശരിയാ, ഇനി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇതുപോലെ കുരുട്ടുബുദ്ധി ഉള്ളവരല്ലേ നമ്മുടെ ചുറ്റിനും ഉള്ളത് എന്നൊക്കെ പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ശ്രുതിയോട് വന്നിട്ട് ചന്ദ്രമതി ചോദിക്കുക, എങ്ങനെയാ മോളെ നീ ഈ പണമൊക്കെ കൊടുത്തത് എന്ന് ചോദിക്കുക. അപ്പോൾ എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ ഉടനെ ഈ കഴുത്തി കിടക്കുന്ന മഞ്ഞച്ചാരുടെ പൊക്കി കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പം ചന്ദ്രമതി ചോദിക്കുക, ഇതെന്താ നിന്റെ കഴുത്തിൽ ഈ മഞ്ഞച്ചാരട് മാത്രം, നിന്റെ താലിമാല എന്തെന്ന് ചോദിക്കുക.
അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ വിറ്റിട്ടാണ് വർഷയുടെ അമ്മയുടെ പണം തിരികെ കൊടുത്തത്, അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ല, ഞങ്ങൾ ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറയാം. അപ്പോഴേക്കും ചങ്ക തടിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര പറയാ, എൻ്റെ മോളെ ഇത് എന്തൊരവസ്ഥയാണെന്ന് നോക്കിക്കേ, നീ എന്തിനാ നിൻ്റെ മാല വിറ്റിട്ട് കൊടുക്കാൻ പോയത്, നീ ഈ മഞ്ഞച്ചരട് ഇട്ടുകൊണ്ട് എങ്ങനെ ഇങ്ങനെ പുറത്തിറങ്ങും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ദേ നമ്മുടെ ഇവളും രേവതിയും മഞ്ഞച്ചരട് മാത്രമല്ലേ കെട്ടിട്ടുള്ളൂ, അവൾക്ക് താലി ചെയിനൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. അതുപോലെയാണോ വർഷ ഇത്രയും പണമുള്ള വീട്ടിലെ പെൺകുട്ടിയല്ലേ, താലിച്ചരടില്ലാതെ പുറത്തിറങ്ങുന്ന കാണുമ്പോൾ ആൾക്കാർ എന്തെല്ലാം പറയും, മഞ്ഞച്ചരട് മാത്രം കെട്ടി മോളെ നീ ഇത്രയൊക്കെ ത്യാഗം ചെയ്ത് എന്തിനാന്ന് ചോദിക്കുക. അപ്പോൾ വർഷ വലിയ ഗമയ്ക്ക് പറയാണ്, അതെ ത്യാഗം ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, എന്താന്ന് വെച്ചാൽ സുധി എല്ലാവരുടെയും മുമ്പിൽ നാണം കിടലോ എന്ന് ഓർത്തിട്ടാ എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ഭയങ്കര പരിഗണന കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, രേവതിക്കും ഇല്ലല്ലോ താലി ചെയിൻ പറയാൻ, അത് രേവതിയെ പോലെയാണോ അവള്, അങ്ങനെയല്ലല്ലോ, ഇവക്കൊന്നും ഇല്ലല്ലോ, ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, അതുപോലാണോ നമ്മുടെ ശ്രുതിമോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രൻ നിൽക്കുക. അതേസമയം ശ്രുതിയാണെങ്കിൽ പല പണികളും വയറ്റിയിട്ടാണ് കേട്ടോ ഇങ്ങനെ താലിച്ചരട് വറുത്തിരിക്കുന്നത്. ശ്രുതി കൂട്ടുകാരിയോട് സംസാരിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ താലിച്ചരട് മാത്രമേ ഉള്ളെന്ന് പറയുക. അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ ചെയ്ത്, നീ എന്തിനാ നിൻ്റെ മാല പണയം വെച്ചിട്ട് ഈ പണം കൊടുക്കാൻ പോയത്, നീ അത് വിൽക്കാൻ പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ, നീ ഇപ്പോൾ ഈ താലിച്ചരട് മാത്രം ഇട്ടുകൊണ്ട് ഇത്ര ത്യാഗം സഹിച്ച് നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ലാത്ത ആളാണല്ലോ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുമ്പം ഉടനെ ശ്രുതി പറയാണ്, അതെ അതിപ്പോൾ പല കാര്യങ്ങളും ഉണ്ട്, എന്താന്ന് വെച്ചാലേ ഇപ്പം ഈ താലി ചെയിൻ വിറ്റത് കൊണ്ട് ഞാൻ അവിടെ ഒരു വലിയ ആളായി, ശ്രുതിയുടെ മുമ്പിലും ആള് ചമഞ്ഞ് നിൽക്കാൻ പറ്റി, ശ്രുതിക്ക് വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യുന്ന ഒരു നല്ല ഭാര്യയായിട്ട് അവനിപ്പോൾ എന്നെ കാണുന്നത്, അതുകൊണ്ട് പല സ്ഥലത്തും തർക്കങ്ങളുണ്ടാകുമ്പം ഈ ഒരു സംഗതി പറഞ്ഞ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാവല്ലോ, നീ ഭയങ്കര ബുദ്ധിമതിയാണല്ലോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയുക. അപ്പോഴേക്കും ശ്രുതി പറയാ, അത് നേരാ, ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കുകയാണ്, കുറച്ച് നാൾ ഈ മഞ്ഞച്ചരട് മാത്രം മതി എൻ്റെ കഴുത്തിൽ, അതെനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനും പല കാര്യങ്ങളും സാധിക്കാനും ഒക്കെ ഉള്ളതാണെന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ഇതിനൊക്കെ ശേഷം നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര മതിപ്പാ ശ്രുതിയുടെ അടുത്ത് വന്നേച്ച് പറയുന്നുണ്ട്, അത് മോളെ ശ്രുതി, നീ ഇത്രയൊക്കെ ത്യാഗം ചെയ്തല്ലോ, നീ ഈ രൂപത്തിൽ കണ്ടിട്ട് എനിക്കങ്ങ് സങ്കടം വരുന്നു. അതെന്താ അമ്മേ സങ്കടം വരാനായിട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതേ ഭയങ്കര സങ്കടം വരിക, നീ ഇത്രയും പണമുള്ള വീട്ടിലെ പെൺകുട്ടിയല്ലേ, എന്നിട്ട് നിനക്കൊരു താലിച്ചെയിനില്ലാതെ ഈ മഞ്ഞച്ചരട് മാത്രം കഴുത്തി കെട്ടിക്കൊണ്ട് നടക്കുന്ന കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നുകയെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, താലി പൂജയ്ക്കൊക്കെ മുമ്പും ഞാൻ ഈ മഞ്ഞച്ചരട് മാത്രമല്ലേ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയെന്ന് പറയുക, അതന്നല്ലേ, ഇപ്പം നീ മഞ്ഞച്ചരട് മാത്രം കെട്ടിക്കൊണ്ട് പുറത്തിറങ്ങിയ ആളുകളൊക്കെ എന്ത് പറയും, ഹോ കഷ്ടം, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ്, നിന്നെ ഈ രീതിയിൽ നിൻ്റെ അച്ഛൻ കണ്ടാൽ എന്ത് വിചാരിക്കും, അടുത്ത മാസം നിൻ്റെ അച്ഛൻ വരികയല്ലേ, കേസൊക്കെ കഴിഞ്ഞ് അച്ഛൻ വരുമ്പം എന്തായിരിക്കും ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ ചന്ദ്ര അങ്ങ് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഏയ് അച്ഛനൊന്നും വരാൻ പോകുന്നില്ല, പിന്നെങ്ങനെയാ, അയ്യോ അച്ഛൻ വരില്ലെന്നോ, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി പറയാം, അതെ ഇപ്പം പെട്ടെന്നൊന്നും കേസ് കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്നൊന്നും അച്ഛൻ വരില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്, വരും വരാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ചന്ദ്ര പറയാ, ഹോ അവൾ കാരണം ഇതൊക്കെ സംഭവിച്ചത്, ആ രേവതി, അവളാണ് സച്ചി എരിവ് കയറ്റി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ ശ്രുതിയും പറയുന്നുണ്ട്, അത് നേരാ, അവൾക്ക് ഞങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ടുള്ള അസൂയുണ്ട്, ആ അസൂയ കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ചന്ദ്ര പറയാ, ആ നാശം പിടിച്ചവൾ കാരണമാണ് ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, എൻ്റെ മക്കൾക്ക് എല്ലാം ദോഷം ഉണ്ടാകുന്നത്, അവൾ വിചാരിച്ചിട്ട് തന്നെ ഇപ്പം നിൻ്റെ കഴുത്തിലെ താലിച്ചെയിന് അഴിക്കേണ്ടി വന്നത്, നിന്നെ ഈ അവസ്ഥയെ കാണേണ്ടി വന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി അവളോട് ഭയങ്കര പൊക്കി പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിച്ചേച്ച് രേവതി അങ്ങ് കുറ്റപ്പെടുത്തുവാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുകൊണ്ട് നമ്മുടെ വർഷ അവിടെ നിൽക്കുക. വർഷ പെട്ടെന്ന് കയറി വരിക ഇവർ സംസാരിക്കുന്നിടത്തേക്ക്. എന്നിട്ട് ചോദിക്കുക, അമ്മ എന്തായി പറയുന്നത്, ശ്രുതി താലിച്ചരട് മാത്രം കെട്ടിക്കൊണ്ട് നടക്കുന്നത് അവരുടെ കയ്യിലെ കുഴപ്പമല്ലേ, അതിന് രേവതി ചേച്ചി എന്ത് പഴച്ചു എന്ന് ചോദിക്കുകയാണ്. അയ്യോ അവളല്ലേ ഈ പ്രശ്നത്തിനെല്ലാം കാരണം, അവൾ എരിവ് കയറ്റി കൊടുത്ത് ഓരോന്ന് പറഞ്ഞ് തിരിച്ച് ആ സച്ചി ഇങ്ങനെയുള്ള കുശുമ്പുകളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ ഈ ശ്രുതിമോളുടെ കഴുത്തിലെ താലിച്ചെയിന് വരെ വിറ്റ് ഇപ്പം അതില്ലാതെ പാവം ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്. അപ്പോൾ രേവതി പറയാ, അതെ ഇവർക്ക് താലിച്ചെയിനില്ലെങ്കിൽ ഇവരുടെ ഭർത്താവിനോട് വാങ്ങിക്കൊടുക്കാൻ പറയണം, രേവതി ചേച്ചി എത്ര നാളായിട്ട് താലിച്ചെയിനില്ലാതെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
അപ്പോൾ ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞതല്ലേ പണം തരണ്ടെന്ന്, പിന്നെ എന്തിനാ താലിച്ചെയിൻ വിറ്റ് പണം കൊടുക്കാൻ പോയതെന്ന് ചോദിക്കുക വർഷ. ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അതെ എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണത്. ഞങ്ങൾ സാധനം തിരിച്ചു വാങ്ങിയിട്ട് പണം കൊടുക്കാതിരുന്ന അത് ഞങ്ങൾക്ക് മോശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, എൻ്റെ ഗതികേട് കൊണ്ടാണ് എന്നൊക്കെ പറയുക. അപ്പോൾ വീണ്ടും നിന്ന് നമ്മുടെ ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്തുക. അത് വർഷയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വർഷ അങ്ങ് ചീറ്റുകയാണ്. വർഷ പറയുന്നുണ്ട്, ഇനി മേല രേവതി ചേച്ചിയെ കുറ്റം പറയരുത്, അവരൊരു പാവ സ്ത്രീയാണ്. ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും രേവതി ചേച്ചിയുടെ തലയിലാണ് നിങ്ങൾ കൊണ്ടിടുന്നത്. ഇപ്പം ശ്രുതിയുടെ താലിമാല വിറ്റതും രേവതി ചേച്ചി കാരണമാണെന്നാണ് പറയുന്നത്. ഇവരുടെ കയ്യിലെ പ്രശ്നം കൊണ്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ അറിയിക്കണമായിരുന്നു. എൻ്റെ അമ്മയുടെ കൂടി പ്രശ്നമാണ്. അതിനും വെറുതെ പാവം രേവതി ചേച്ചിയെ പഴിക്കരുത് കേട്ടോ. ആവശ്യമില്ലാതെ രേവതി ചേച്ചിയെ കുറ്റം പറയരുത് നിങ്ങൾ ഇനി മേലാൽ. ഇതൊക്കെ ഈ താലിയും മാലയും ചരടും ഒക്കെ സീരിയലിലാണ് ഭയങ്കര കേമമായിട്ട് കണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലും അതിലും ഭയങ്കര പ്രത്യേകതയും ഇമോഷണലും ഒക്കെ ആണല്ലോ. ഇതിൽ കാര്യം മറ്റൊന്നിലും കാണുന്നില്ലല്ലോ. പാവം രേവതി ചേച്ചി ഉപദ്രവിക്കുന്നതിൽ നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ വർഷ ചന്ദ്രമതിയോടും ശ്രുതിയോടും ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്